പെൻസിൽ വെച്ചിട്ട് ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പഠിച്ചാലോ? യെസ്, ഞാൻ ഈ പെൻസിൽ എടുത്തിരിക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ ഷാർപ്പ് എൻഡിൽ എൻ്റെ ഫിംഗർ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഫ്ലാറ്റ് എൻഡിലും നന്നായിട്ട് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ആസ് യു ക്യാൻ സീ, ഞാൻ ഈ ഷാർപ്പ് എൻഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പെയിൻ ഫീൽ ചെയ്തു അല്ലേ? പക്ഷേ ഈ ഫ്ലാറ്റ് എൻഡിൽ എനിക്ക് അത്ര പെയിൻ ഫീൽ ചെയ്തതുമില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ. നമുക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഈ ഇക്വേഷൻ തന്നെ ക്ലിയർ ആണ്, ഏരിയ ഡിനോമിനേറ്ററിലാണല്ലേ. അതുകൊണ്ട് തന്നെ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ എന്ന് പറയാം. വിച്ച് മീൻസ് വെൻ ഏരിയ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്, വെൻ ഏരിയ ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് ഷാർപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ഏരിയ കുറവാണ്, അതുകൊണ്ട് അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ല പെയിൻ ഫീൽ ചെയ്തു. പക്ഷേ ഫ്ലാറ്റ് എൻഡിൽ ഏരിയ കൂടുതലാണ്, അതുകൊണ്ട് പ്രഷർ കുറവാണ്, അതുകൊണ്ട് എനിക്ക് അത്ര പെയിൻ ഫീൽ ചെയ്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ. ഈ ഒരു എന്താ പറയുക, ഒരു തീം പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ എന്ന് കാണിക്കുന്ന ഒരുപാട് ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്കറിയാവുന്നവ താഴെ കമൻറ്റ് ചെയ്യൂ.